പാരമ്പര്യ കൃഷിയിലും ന്യൂനതകളുണ്ടായിരുന്നു. ടൺ കണക്കിന് കൊണ്ട് ചാണകവും ഒക്കെ ചാടിക്കണമായിരുന്നു. ഇവിടെ അങ്ങനെയില്ല. ഒരു നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രം ഉണ്ടെങ്കിൽ 30 ഏക്കർ. അതൊരു വലിയ മെസ്സേജ് അല്ലേ. വർദ്ധിച്ചു വരുന്ന ക്യാൻസർ ബാധയുടെ പശ്ചാത്തലത്തിൽ കീടനാശിനി ഒഴിവാക്കിക്കൊണ്ടുള്ള പച്ചക്കറി കൃഷി നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്റർ തന്നെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും വലിയ വിജയമൊന്നും കിട്ടിയില്ല. കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മിയാവാക്കി മാതൃക പോലുള്ള ആശയങ്ങൾ പൂർണ്ണമായും നമ്മൾ പ്രചരിപ്പിക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കീടനാശിനി ലോബിയും മാധ്യമപ്രവർത്തകരിൽ ഒരു വിഭാഗവും അതിനെതിരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോകൾക്ക് പരമാവധി പ്രചാരം നൽകണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കഴിയുന്നതും പുതുതായി ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കണം. നമസ്കാരം. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ശ്രീ കുര്യൻ സാറിനെയാണ്. കോട്ടയത്തിനടുത്ത് പള്ളം സ്വദേശിയാണ്. അദ്ദേഹം സുഭാഷ് പലേക്കറുടെ കൃഷി രീതികൾ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ശ്രീ എബ്രാം ചാക്കോയാണ് സ്വന്തം നിലയ്ക്ക് ഏലക്കൃഷി 100% രാസവളവും കീടനാശിനിയും ഇല്ലാതെ ഉൽപ്പാദിപ്പിച്ച് വിജയകരമായി അങ്ങനെ ചെയ്യാനാവുമെന്ന് തെളിയിച്ചത്. ശ്രീ കുര്യൻ സാറിൻ്റെ അനുഭവങ്ങളും അദ്ദേഹം എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളതും, അദ്ദേഹം പ്രകൃതി ജീവനത്തിൽ നിന്ന് പ്രകൃതി കൃഷിയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറിയുന്നത് നമുക്കെല്ലാവർക്കും താല്പര്യമുള്ള കാര്യമായിരിക്കും. ഒന്ന് നമുക്ക് അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാം. സാർ, നമ്മൾ ഈ പ്രകൃതി ജീവനത്തിൽ നിന്നാണല്ലോ സാർ പ്രകൃതി കൃഷിയിലേക്ക് വരുന്നത്. അതെ. അപ്പോൾ അതൊന്ന് ചുരുക്കി പറയാം, എങ്ങനെയാണ് ഈ പ്രകൃതി കൃഷിയിലേക്ക് വരാനുള്ള കാരണം? അത് ചുരുക്കി പറയാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണവും ആരോഗ്യവുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ആവിഷ്കാരമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ 90-ലാണ് ഞാൻ വർമാജിയുടെ അടുത്ത് വരുന്നതും ഒരു ഗുരുകുല സമ്പ്രദായത്തിലൂടെയാണ് ആ അറിവ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വർമാജി 99 അത് നിര്യാതനായി. അത് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ പ്രകൃതി ജീവനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർക്ക് വലിയ ശൂന്യതയാണ് ഉണ്ടായത്. പക്ഷേ ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യം സിദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സ്വാമിനാഥൻ, അദ്ദേഹം ഡൽഹിയിൽ 60 വർഷം ഡൽഹിയിൽ ഈ പ്രകൃതി ജീവനം പറഞ്ഞു കൊടുത്ത ഒരു സൗജന്യമായിട്ട് അദ്ദേഹം പാർക്കുകളിലൊക്കെ ആയിരുന്നു. വെളുപ്പിനെ പോയിട്ട് ക്ലാസ് എടുക്കും. 10-500 വരെ ആൾക്കാർ പങ്കെടുക്കുമായിരുന്നു ഒരു ക്ലാസ്സിൽ. അദ്ദേഹം ഒരു ഡൽഹി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു എംപ്ലോയി ആയിരുന്നു. പക്ഷേ ജോലി രാജിവെച്ചിട്ട് പിന്നെ ഈ ഒരു ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയ കർമ്മമാണ് അദ്ദേഹം ചെയ്തത്. അപ്പം വർമാജി മരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ ആയിട്ട് അടുക്കാനിടയായി. ഞങ്ങളുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, തപോവനം എന്നും പറഞ്ഞ് 14-ാം മൈലിൽ ഒരു പ്രകൃതി ജീവന കേന്ദ്രം വർമാജിയായിട്ട് അനുഗ്രഹിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ 10 ദിവസം താമസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൂടുതൽ അറിവ് ഈ വിഷയത്തിൽ തരാൻ സ്വാമി തന്നെ ഇവിടെ വന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യവും ഞാൻ അദ്ദേഹമായിട്ട് ഡൽഹി പോവുകയും അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ വരുമ്പോൾ കാഞ്ചീപുരത്ത് വരുമ്പോൾ എന്നെ അറിയിക്കും. ഞാൻ ആൾക്കാരുമൊക്കെ ആയിട്ട് പോകും. അങ്ങനെ 2005 ഡിസംബറിൽ ഞാനിതുപോലെ ഡൽഹി പോയി 10-13 ദിവസം അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് പോയിരിക്കും. രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പറയാം. അപ്പം ജാനുവരി 13-നായിരുന്നു, 2006 ജാനുവരി 13-നായിരുന്നു എനിക്ക് എൻ്റെ റിട്ടേൺ ടിക്കറ്റ്. അപ്പോൾ 12-ാം തീയതി ഞാൻ അദ്ദേഹത്തിൻ്റെ ബദർപൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്ന് പറഞ്ഞു, സ്വാമിജി ഞാൻ നാളെ വരില്ല, ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് പകൽ മുഴുവൻ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, കുര്യൻ, നമ്മൾ പ്രകൃതി ജീവനമല്ല ഇനിയും പ്രൊമോട്ട് ചെയ്യേണ്ടത്. രാസവളവും കീടനാശിനിയും കൂടാതെയുള്ളൊരു കൃഷി സങ്കേതം കാണുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രൊമോട്ട് ദാറ്റ്. ഇങ്ങനെ അദ്ദേഹം ഒന്ന് കാഷ്വലായിട്ട് പറഞ്ഞ പോലെയാണ്. എനിക്ക് അന്നേരം തോന്നിയ ഒരു തമാശ പോലെയാണ്. കാരണം ഞങ്ങൾ വർമാജിയുടെ കൂടെ കൂടിയപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ആ വർക്കേഴ്സിൽപ്പെട്ടവരെല്ലാവരും അവരുടെ കഴിവിനപ്പുറമായിട്ട് ഈ ട്രൂ ഫുഡ്, അതായത് വിഷരഹിതമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള, അങ്ങനെയാണ് ആ ജൈവ കർഷക സമിതിയൊക്കെ കേരളത്തിലുണ്ടായത്. അത് വർമാജിയുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ജോൺ സി ജേക്കബ് എന്നും പറഞ്ഞ വലിയൊരു പരിസ്ഥിതി, അദ്ദേഹത്തിൻ്റെ വർമാജിയുടെയും പിന്നെ ഈ പറയുന്ന അന്ന് വർമാജിയുടെ കൂടെ ഉണ്ടായിരുന്ന ദയാലുവൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ. അപ്പം നമ്മൾ അതിനകത്തും ഒരുപാട് കാലം അതിൻ്റെ ഒരു പല ടെക്നോളജി നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയെങ്കിലും ഫലസിദ്ധി കുറവായിരുന്നു. നമ്മൾ ഈ രാസവളവും കീടനാശിനി ഒഴിവാക്കാം, ഓക്കെ, നമുക്ക് മനസ്സുകൊണ്ടല്ല നമുക്ക് കൃഷിയുടെ, പക്ഷേ ഉണ്ടാകുന്നില്ലായിരുന്നു. ഇവിടെ അന്നേരമാണ് നമ്മൾ ഈ ഫുക്കുവോക്കെ പോലും നമ്മൾ പൂർണ്ണതയുടെ ഒരു അഭാവം കാണുന്നത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ തന്നെ ലാസ്റ്റ് ബുക്കുണ്ട്, അറിയാമല്ലോ, റിട്ടേൺ ടു നേച്ചർ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്.
പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ അത് വിവർത്തനം ചെയ്യുമ്പോൾ. ആ ബുക്കിനകത്ത് ഫുക്കുവോക്ക തന്നെ ഒരു കൺഫെഷൻ നടത്തുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ തോട്ടത്തിലൊന്നുമില്ല. അതായത് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിനകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ലോകത്തു നിന്ന് ആൾക്കാർ പോയി കണ്ടതാ. ആ ഫുക്കുവോക്ക തന്നെ ഒടുവിൽ പറയുന്നുണ്ട്, എൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ ഒന്നുമില്ല. അതായത് പ്രൊഡക്റ്റീവല്ല. ഈ ജൈവകൃഷിയിലുള്ള ഒരു ന്യൂനത അത് തന്നെയാണ്, പ്രൊഡക്റ്റീവ് ആകുന്നില്ല. അത് കാരണം പലരും അത് ഇട്ടേച്ച് മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഈ സ്വാമിജി 2006 ഫെബ്രുവരി 24 അദ്ദേഹം ദിവംഗതനായി. അത് കഴിഞ്ഞ് അന്ന് എൻ്റെ കൂടെ അന്ന് ഡൽഹിക്ക് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിൽ വിളിക്കുന്നു, ഞങ്ങൾ വാഴക്കുളത്തൊരു ഈ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ രാസവളവും കീടനാശിനി ഒഴിവാക്കിയുള്ള ഒരു കൃഷിയുടെ ടെക്നോളജി പഠിപ്പിക്കുന്ന ക്യാമ്പിലാണ് ഞാൻ. സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുപ്പക്കാരനാണ്. ഇവിടം വരെ വരണമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു. അങ്ങനെയാണ് പലേക്കറെ ആദ്യം കാണുന്നത്. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഗുരു ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, വർമാജിയുടെ ആ നോട്ടത്തിലും ഭാവത്തിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഒക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒരു വേലയുണ്ടല്ലോ, ധർമ്മം. ആ ഒരു ഈ പലേക്കറിലെ ഞങ്ങൾ ആദ്യമേ ഹാളിനകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വർമാജിയുടെ മറ്റൊരു ശിഷ്യന് ഞങ്ങൾക്ക് ഒരേ സമയത്ത് തോന്നിയ ഇതാണ്, വർമാജിയെപ്പോലൊരു മനുഷ്യന്. അപ്പോൾ ഞാനന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് കോട്ടയത്ത് ഈ വർക്ക്ഷോപ്പ് നടത്തിയത്. മാങ്ങാനം ക്രൈസ്വാസി 500-ലധികം കൃഷിക്കാർ കേരളത്തിൻ്റെ വിവിധ കോട്ടയം ഭാഗങ്ങളിൽ നിന്ന് വന്ന് പങ്കെടുത്തു. തുടർന്ന് 14 വർക്ക്ഷോപ്പുകൾ പലേക്കറുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഗാന്ധി സ്മാരക കേന്ദ്രത്തിൻ്റെയും ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെയും ബാനറിലാണ് നടത്തിയത്. ഒട്ടുമിക്ക ക്യാമ്പുകളിലും 500-നും 1000-നും ഇടയ്ക്ക് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, കൃഷി പ്രൊഡക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ചില ഇടപെടലുകൾ വേണം. ആ ഇടപെടലുകളിൽ ഉണ്ടായ തകരാറാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷഭക്ഷണം. അപ്പോൾ ആ ഇടപെടൽ കുറച്ചുകൂടെ സുതാര്യവും പഴമയിൽ പഴമയാണല്ലോ. ഇപ്പോൾ പശുവിനെ ബേസ്ഡ് കൃഷി എന്ന് പറയുന്നത് പഴമയാണ്, നമ്മുടെ പാരമ്പര്യമാണ്. അവർ അതിനെ നശിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിനുള്ള കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പലേക്കറുടെ കൃഷി എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യ കൃഷി എന്ന് വേണേൽ പറയാം. പക്ഷേ അദ്ദേഹം അതിനെതിരാണ് കേട്ടോ, പാരമ്പര്യ കൃഷി എന്ന് പറയാമെന്നാണ് പറയുന്നത്. കാരണം പാരമ്പര്യ കൃഷിയിലും ന്യൂനതകളുണ്ടായിരുന്നു. ടൺ കണക്കിന് കൊണ്ട് ചാണകവും ഒക്കെ ചാടിക്കണമായിരുന്നു. ഇവിടെ അങ്ങനെയില്ല. ഒരു നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രം ഉണ്ടെങ്കിൽ 30 ഏക്കർ. അതൊരു വലിയ മെസ്സേജല്ലേ, അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കബിലിറ്റി അത് വളരെ സിമ്പിളാണ്. പണ്ടത്തെ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ, എൻ്റെ അപ്പം കൃഷിക്കാരനാണ്, വേറെ ഒരു വരുമാനവും ഇല്ലായിരുന്നു. ഞങ്ങൾ 10 മക്കളായിരുന്നു. ഈ 10 മക്കളെ തീറ്റി കൊടുത്ത് വളർത്തിയതും പഠിക്കാൻ ആഗ്രഹിച്ചവരെയൊക്കെ പഠിപ്പിച്ചു. 2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരെയും കോളേജ് വിട്ട് പഠിപ്പിച്ചു. എല്ലാം ഈ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇന്ന് അങ്ങനെ പറ്റില്ല. ആപ്പാടെ ഉള്ള മുതലെന്ന് പറഞ്ഞാൽ 2 ഏക്കർ സ്വന്തമായ ഭൂമിയാണ്, ബാക്കി പാട്ടത്തിന് കൃഷി ചെയ്ത. ഇന്നങ്ങനെ പറ്റില്ല. ഇന്ന് 80 ഏക്കർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃഷി പ്രൊഡക്റ്റീവ് അല്ലാതായി മാറി. ചെലവ് കൂടി അതേസമയത്ത് ഒരു 10, 60, 70 വർഷം മുമ്പ് കൃഷി പ്രൊഡക്റ്റീവായിരുന്നു. സാറേ, ഇതിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 25 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50, എനിക്ക് 60 വയസ്സായി, ഒരു 50 വർഷം മുമ്പ് കേരളത്തിൽ ഒരു 1000 രൂപ ശമ്പളം ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു 1500 രൂപ ശരാശരി ശമ്പളം ഉണ്ടായിരുന്ന സമയത്ത് 1 കിലോ അരിക്ക് 2 രൂപയായിരുന്നു. ഇന്നിപ്പോൾ ആ ശമ്പളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 75,000 രൂപയായിട്ട് കൂടി എന്ന് പറഞ്ഞാൽ ഒരു 1500 രൂപ 75,000 രൂപ എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി 30 ഇരട്ടി കൂടി. പക്ഷേ ഭക്ഷണത്തിൻ്റെ വില അന്ന് 3 രൂപ ആയിരുന്ന അരി ഇപ്പം, അല്ല 2 രൂപ ആയിരുന്ന അരിക്ക് ഇപ്പം 35 രൂപയായി. നല്ല ഒരു 100 രൂപ കൊടുക്കണം. അതിപ്പോൾ റയറായിട്ട് വന്നൊരു പ്രതിഭാസമാണ്. കാരണം വെച്ചാൽ മരച്ചീനി ചോദിച്ച ഒരു സാധനത്തിന് കാര്യമായിട്ട് വില കൂടാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ഈ ശമ്പളത്തിലെ വർധന വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ചവിട്ടി പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കൃഷിക്കാരനൊന്നും കിട്ടുന്നില്ല ഇപ്പം. സമൂഹത്തിൽ മറ്റുള്ളവരുടെ നോക്കുമ്പോൾ കൃഷി ലാഭമല്ല, കൃഷിയിൽ നമുക്ക് ഈ പൈസ കിട്ടില്ല. അവിടെ പിന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഈ ചെലവ് കുറയ്ക്കുക, ഈ ഇൻപുട്ട് കുറയ്ക്കുക. സാർ, ഈ പലേക്കറുടെ രീതി സാറ് മനസ്സിലാക്കിയ രീതിയിലൊന്ന് വിശദീകരിക്കുക. അത് കേട്ടിട്ടില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സാറ് നേരിട്ട് ഇത് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യ കൃഷി എന്നും അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം, പാരമ്പര്യ കൃഷിയിലും
ഈ പറയുന്ന പ്രശ്നമുണ്ട്. അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ അപ്പനൊക്കെ ഈ 8 ഏക്കർ കൃഷി ഇവിടെ പാട്ടകൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവിടെയൊന്നും ചാരവും ചാണകപ്പൊടി സുലഭമല്ല. അപ്പം ചേർത്തല എന്നൊക്കെ വലിയ കെട്ടുവെള്ളത്തിലാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ അന്നത്തെ അവരുടെ ഏജൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കെട്ടുവെള്ളമായിട്ട് ഇവർ വന്നാൽ 3-4 ദിവസം വീട്ടിൽ തന്നെയാണ് ഈ വെള്ളത്തിൽ ഈ സാധനം കൊണ്ടുവന്ന കച്ചവടക്കാരനും ഊന്നുകാരനും താമസിക്കുന്ന വീടിൻ്റെ ഇറയത്ത് കഞ്ഞിയും വെച്ച് അവർ കിടക്കും. ഒരു 2 കാളവണ്ടിയിലാണ് ഈ ചാണകം ഇറക്കുന്നത്. അപ്പോൾ ഈ കടവിൽ നിന്ന്, അതായത് വെള്ളം വന്ന് അടക്കിയിരിക്കുന്ന കടവിൽ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് കൃഷിയിടം വരെ. അപ്പോൾ ഒരു 3-4 ലോഡേ പോകത്തുള്ളൂ. അപ്പോൾ ഇവർ ഒരു 4-5 ദിവസം ഇവിടെ താമസിക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ അതിൻ്റെ ടൈം ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ പലേക്കർ കൃഷിയിൽ ഇതൊന്നുമില്ല, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. എത്ര പറഞ്ഞില്ലേ, ഒരു നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും കൊണ്ട് 30 ഏക്കർ കൃഷി ചെയ്യാമെന്ന് പറയുന്നതിനകത്ത് എന്താ ശാസ്ത്രീയത എന്നുള്ളതിനെ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് അത് മാറിയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ ആന്ധ്ര സ്റ്റേറ്റ് ദ ഹോൾ സ്റ്റേറ്റ് അറിയാമോ ഹരിക്ക്? അതായത് ആന്ധ്ര സ്റ്റേറ്റ് ഈ 2025 പൂർണ്ണമായും പലേക്കർ രീതിയിലുള്ള കൃഷിയിടമായിട്ട് മാറ്റാനായിട്ടുള്ള പദ്ധതികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു വിജയകുമാർ എന്ന് പറഞ്ഞ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ മുൻപിൽ. റെയ്ത്ത് സാംസ്കാരിക എന്തോ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അതിൻ്റെ തലവനാണ്. ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹം ഈ പലേക്കറിൻ്റെ ക്യാമ്പ് നടത്തുന്നതിന് മുമ്പ് തന്നെ ചില പരീക്ഷണങ്ങൾ നടത്തി അവിടുത്തെ കൃഷിയിടങ്ങളിൽ. അതായത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് എടുത്തിട്ട് ആദ്യമേ അവിടെ രാസകൃഷിയും ഈ കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. 2000-ന്റെ തുടക്കത്തിലായിരുന്നത്. പരുത്തി കൃഷിയെല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് ഈ ആത്മഹത്യക്ക് എതിരെയുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ കൃഷിയിടത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച്, അതേതോ ഒരു കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിട്ടിരിക്കുമ്പോഴായിരുന്നു, അവിടെ കംപ്ലീറ്റ് ഒരു വർഷത്തേക്ക് ഈ സാധനങ്ങൾ കയറ്റിയില്ല. ആ വർഷം അവിടെ ആരും ആത്മഹത്യ ചെയ്തില്ല. അത് അദ്ദേഹത്തിന് ഒരു വലിയൊരു മോട്ടിവേഷനായിരുന്നു. അദ്ദേഹം തുടർന്ന് ഒരു പഞ്ചായത്ത് എടുത്തു, ബ്ലോക്ക് എടുത്തു, വലിയ വണ്ടർഫുൾ റിസൾട്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ പലേക്കർ കൃഷിയുടെ വർക്ക്ഷോപ്പ് അവിടെ നടത്തിക്കുന്നതിന് സാധിക്കുകയും പൂർണ്ണമായിട്ടും അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണത്. 2025 85 ലക്ഷം ഹെക്ടർ ഭൂമിയും പലേക്കർ രീതിയിലുള്ള കൃഷിയിടമായിട്ട് മാറ്റാനായിട്ടുള്ള പദ്ധതി. സാർ, ആ മെത്തഡോളജി ഒന്ന് വിശദീകരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെത്തഡോളജിയുടെ ഒരു വിശേഷം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പോയതാണ്. അതായത് കൃഷിക്കാരൻ പണ്ടുപയോഗിച്ചിരുന്ന പോലെ തന്നെ പശുവിൻ്റെ ചാണകവും മൂത്രവും മതി, ഇതിന് വേറൊന്നും വേണ്ട. പക്ഷേ അതിനകത്ത് അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അത് നാടൻ പശു ആയിരിക്കണം. ഈ നാടൻ പശു എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രം എന്നുള്ളതല്ല. അതായത് ഈ പശുക്കളുടെ ഡിവിഷനൊക്കെ നിങ്ങൾ ശോശാമസ ടീച്ചർ പറഞ്ഞു കാണും ഇല്ലേ? ബോസ് ഇൻഡിക്കസും ബോസ് ടോറസ് ആൻഡ് ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന രണ്ട് സ്പീഷീസ് ഉണ്ട്. അതിൽ ഈ ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന പശു നാട്. അത് സിലോൺ, ഇന്ത്യ, ചൈന, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ ദേശങ്ങളിലുള്ള സ്വാഭാവികമായി അവിടെ നിന്ന് ജനിച്ചുണ്ടായ ഒരു സ്പീഷീസാണത്. ബോസ് ടോറസ് എന്ന് പറയുന്ന മറ്റു ചില രാജ്യങ്ങളിലുള്ളതാണ്. അത് സങ്കരയിനമാണെന്നും പറയുന്നു. അത് തന്നെയല്ല, അതൊരു വേറൊരു വിഭാഗമാണെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു വ്യത്യാസം, ഈ ബോസ് ഇൻഡിക്കസിലെ കന്നുകാലികളുടെയും ബോസ് ടോറസിൻ്റെ കന്നുകാലികളുടെയും തമ്മിൽ പാലിലും മൂത്രത്തിലും ചാണകത്തിലും വ്യക്തമായ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസത്തെയാണ് നമ്മളിവിടെ കണക്കിലെടുക്കുന്നത്. അതായത് ബോസ് ഇൻഡിക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ പശു എന്ന് പറയുന്ന പശുവിൻ്റെ ഒരു ഗ്രാം ചാണകത്തിനകത്ത് 300 കോടി മുതൽ 500 കോടി വരെ സൂക്ഷ്മാണുക്കളുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ മൈക്രോ ഓർഗാനിസംസ് അത്രയും ഭൂമിക്ക് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന. പക്ഷേ ബോസ് ടോറസിൻ്റെ, അതായത് സങ്കരയിന, ഈ പറയുന്ന ജേഴ്സി, HF അങ്ങനെയുള്ള പശുക്കളുടെ ചാണകത്തിനകത്ത് അത് ഒരു ഗ്രാം ചാണകത്തിനകത്ത് ലക്ഷക്കണക്കിനേ ഉള്ളൂ. 1 കോടിയിൽ താഴെ ഉള്ളൂ സൂക്ഷ്മാണുക്കൾ. ആ സൂക്ഷ്മാണുക്കൾ തന്നെ കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഇതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള വ്യത്യാസം. ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പശുവിനെ നമ്മളിവിടെ വന്ദിക്കാനോ പൂജിക്കാനോ അല്ല പറയുന്നത്, മനസ്സിലായില്ലേ? ഇത് 2 ജീവിവർഗങ്ങളുടെ തനതായ ബയോളജിക്കൽ ഡിഫറൻസാണ്. ആ ഡിഫറൻസ് മണ്ണിനോട് ചേരുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതും നാടൻ പശുക്കളുടെയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നാടൻ പശുക്കൾ അത് നമ്മൾ ടൺ കണക്കിന് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അത്
കാരണം ഈ നമുക്ക് ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒന്ന് മനുഷ്യ ശരീരങ്ങളിൽ ജീവശരീരങ്ങൾക്ക് മാത്രമല്ല ചെടികൾക്കും ഉണ്ടത്. ഭക്ഷണം എടുക്കുന്നതിലും എടുക്കാതിരിക്കുന്നതിലും ഒക്കെ ഉള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ബയോളജിക്കൽ ക്ലോക്ക് ആണല്ലോ. ഈ ഉറക്കത്തിനും ഒക്കെ ഉള്ള ഒരു ക്ലോക്കില്ലേ. എന്നാൽ ചെടികൾ അങ്ങോട്ട് നമ്മൾ ചുവട്ടിലോട്ട് മുഴുവൻ അങ്ങോട്ട് ഇട്ട് കൊടുത്ത ഉടനെ ചെടി അങ്ങ് കയറും എന്നുള്ള ധാരണ തെറ്റാ. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈമുണ്ട് എടുക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ടൺ കണക്കിന് കൊണ്ട് ചൂട്ടി കൊടുക്കണ്ട, അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതി. അവിടെയാണ് അദ്ദേഹം ഈ ജീവാമൃതത്തിൻ്റെയൊക്കെ ഒരു പിന്നെ നമ്മൾ പറയുന്ന പെർഫെക്ഷൻ അവിടെയാണ് നമ്മൾ കാണുന്നത്. ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ കൊടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എന്നും കൊണ്ട ചെടിയുടെ ചവിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചവിട്ടിക്കൊണ്ട് ഇത് കൊടുത്താൽ ചെടി നശിക്കുകയുള്ളൂ, നമുക്ക് കാണാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ പറയുന്ന ഈ NPK മിശ്രിതം തന്നെ ഒരു കണക്കിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചെടി ഉണങ്ങിപ്പോകും, ഉണങ്ങിപ്പോകുമല്ലോ, മഞ്ഞളിപ്പുണ്ടാവും. സാറേ ഈ ജീവാമൃതം ഉണ്ടാക്കുന്ന റേഷ്യോ ഒന്ന് പറയാമോ? പിന്നെന്താ, ജീവാമൃതം ഉണ്ടാക്കുന്ന റേഷ്യോ പല എബ്രഹാം ചാക്കൊക്കെ പറഞ്ഞില്ലേ അത്. അതായത് ഇത് നമ്മളിവിടെ പറയുന്ന കണക്ക് 1 ഏക്കറിനാണ്. അതായത് 1 ഏക്കറിലേക്കുള്ള ജീവാമൃതം 2 ആഴ്ച കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കേണ്ടതിന് വേണ്ട സാധനങ്ങളാണ് 10 കിലോ ചാണകം. അത് നാടൻ പശുവിൻ്റെ ആയിരിക്കണം. അത് വളരെ ഇൻസിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അല്ല മറ്റേ ചാണകം എടുക്കാൻ പാടില്ല. ഞാൻ ആ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. 10 കിലോ ചാണകം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അത് അദ്ദേഹം കൂടെ പറയുന്നുണ്ട് അതിൻ്റെ മൈക്രോ ഓർഗാനിസംസ് നശിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാണകമാണെങ്കിൽ വളരെ നല്ലത്. മൂത്രം ഒരു 7 മുതൽ 10 ലിറ്റർ വരെ ആകാം. പിന്നെ 200 ലിറ്റർ വെള്ളം ശുദ്ധജലം വേണം. 1 കിലോ കറുത്ത ശർക്കര എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അതായത് പഴകി നല്ല വലിയ വില കൂടിയ ശർക്കരയൊന്നും വാങ്ങിക്കണമെന്നില്ല. അതല്ലെങ്കിൽ ശർക്കര കിട്ടിയില്ലെങ്കിൽ പഴമാണേലും മതി, അത് ഏത് പഴമാണേലും മതി, ചക്കപ്പഴമോ മാങ്ങാപ്പഴമോ ഈ പറയുന്ന വാഴപ്പഴങ്ങളോ എന്താണേലും മതി. അത് മതി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കിലോ എന്നുള്ളതിന് 2 കിലോ ഇട്ടേക്കണം. പിന്നെ തേങ്ങാവെള്ളം ആകാമെന്ന് പറയും. പിന്നെ ഇതാണ് പയറ് വർഗത്തിൽപ്പെട്ട എന്തെങ്കിലും അത് പൊടിച്ചതോ അരച്ചോ 1 കിലോ മതി. പിന്നെ ആ കൃഷിയിടത്തിലെ തന്നെ മണ്ണ് 1 പിടി. ഇത് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വലത്തേക്ക് മാത്രം ക്ലോക്ക് വൈസ്. അതെന്താണെന്ന് എല്ലാവരും ക്യാമ്പുകളിലൊക്കെ എല്ലാവരും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ദാറ്റ് ഈസ് എ പോസിറ്റീവ് എനർജിയാണത്. അതുകൊണ്ടാണ്, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ചലനം തന്നെ വലത്തേക്കാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല കേട്ടോ, അതൊക്കെ ഫിസിക്സുകാർ പറയേണ്ട കാര്യങ്ങളാണ്. പോസിറ്റീവാണ്, അത് എനർജിയുടെ പോസിറ്റീവ് ഇതാണെന്നാണ് പറയുന്നത്. അപ്പം വലത്തേക്ക് മാത്രം 3 മിനിറ്റ് ഇളക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് അത് ഈ വായു കടക്കാവുന്ന രീതിയിൽ ചണച്ചാക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല. പ്ലാസ്റ്റിക് ചാക്ക് ഉപയോഗിക്കരുത്, കാരണം ഇറ്റ് വിൽ ബി ക്ലോസ്. അപ്പോൾ വായു സഞ്ചാരം ഉണ്ടാവണം. അത് നമ്മൾ അടച്ചു വെക്കുക. അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വൈകിട്ടാണ് നമ്മളിത് കൂട്ടി വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇളക്കണം, വൈകിട്ട് ഇളക്കണം. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ മിശ്രിതം സൂക്ഷ്മാണുക്കളുടെ ഒരു വലിയ കലവറയായിട്ട് മാറുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇതാണ് ഈ ജീവാമൃതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വളമല്ല. അങ്ങനെയാണ് ആൾക്കാർ അതിനെ കാണുന്നത്. ഇതൊരു വളമല്ല, ഇതൊരു കൾച്ചറാണ്, ഒരു ഉറയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ണിലെ ഫലഭൂയിഷ്ടിയെ ബൂസ്റ്റ് ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുടെ വർധനവിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉറ മാത്രം, വേറൊന്നുമല്ല, വളമല്ല. വളമാണെന്നുള്ള ധാരണയാണ് ആൾക്കാർക്കുള്ളത്, തെറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പ്രയോഗിക്കുന്നതിന് ചില ഇതുണ്ട്, നിഷ്ഠയുണ്ട്. അതായത് മണ്ണിന് പൊതയുണ്ടാവണം. പൊതയുണ്ടെങ്കിൽ അവിടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുള്ളൂ, കാടിന് തുല്യമായ ഒരു അന്തരീക്ഷം. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലെ ഈ സൂക്ഷ്മാണുക്കൾ പെരുകത്തുള്ളൂ. അവിടെ വലിയ ചൂടടിക്കുന്നതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പം മണ്ണിൽ കൃഷിയിടത്തിൽ പൊതയുണ്ടാവണം. പൊതയിട്ട് ആ പൊതയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഈ സൂക്ഷ്മാണുക്കളാണ്. എന്താണ് സൂക്ഷ്മാണുക്കളുടെ ധർമ്മം എന്നൊക്കെയുള്ളതൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഏക്കറിന് ഇത്രയും മതി. 2 ആഴ്ച കൂടുമ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. ബീജാമൃതം അല്ലെങ്കിൽ ജീവാമൃതം കൊടുത്താൽ മതി. അത് ഓരോ വിളയ്ക്കും എത്ര പ്രാവശ്യം കൊടുക്കാമെന്നുള്ളത് ഇപ്പം നമുക്കറിയാം. ഇപ്പം നെൽകൃഷിയാണെന്നുണ്ടെങ്കിൽ 90 ദിവസം മൂപ്പുള്ള ഒരു കൃഷിയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കൊടുക്കണം? 15 ദിവസത്തെ കണക്കാക്കി എത്ര പ്രാവശ്യം കൊടുക്കണം? അത്രേ കൂടുതൽ. അതിൻ്റെ കൂടുതൽ. അപ്പോൾ അതിനുള്ള മുടക്ക് വരുന്നത് എന്താ? ഇതിനകത്ത് ആപ്പാടെ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നത് ഈ പയറാണ്. 1 കിലോ പയർ ഒരു പ്രാവശ്യത്തേക്ക് നമുക്ക് വേണ്ടി വില കൊടുക്കും. അല്ലാത്ത വസ്തുക്കൾ നമുക്കിവിടെ ഉള്ളതാണ്. നമ്മുടെ തൊടിയിലുള്ള പഴങ്ങൾ ഏതാണേലും മതിയല്ലോ, കോസ്റ്റ് കുറവായിരിക്കുമല്ലോ. ഇപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഓരോരുത്തർ പലയിടത്തും വഴിതിരിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. ചക്കപ്പഴവും ചക്കക്കുരു തന്നെ അരച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത്.
ചക്കക്കുരു വ്യത്യാസമുണ്ട്, പയറുമായിട്ട് വ്യത്യാസമുണ്ട്. അതെ. സാറ് എത്ര കാലമായി ഇപ്പോൾ സാർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ അദ്ദേഹത്തിന്റെ ക്യാമ്പ്, കോട്ടയത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് 2010-ലായിരുന്നു. 2010. അത് കഴിഞ്ഞ് സാർ ഇത് ചെയ്തു തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ പറഞ്ഞില്ല, ഒരു വർഷത്തേക്ക്. പലേക്കർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാനത് എല്ലായിടത്തും പറയാറുണ്ട്. പലേക്കർ എന്നോട്, അതായത് ഞാൻ ഗാന്ധി സ്മാരക കേന്ദ്രത്തിൻ്റെ കോട്ടയത്തെ ഭാരവാഹി എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തുമായിട്ട് അടുക്കുന്നതും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കോട്ടയത്തെ മാങ്ങാൻ ആശ്രമത്തിൽ വെച്ച് നടത്തി ക്യാമ്പ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സ്വകാര്യത ഞങ്ങൾ സംഭാഷണം ചെയ്ത് പറഞ്ഞു, കുര്യൻ ഒരു കാര്യം ചെയ്യും, കൃഷിയൊന്നും ചെയ്യാൻ പോകണ്ട, അത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, നിങ്ങളിതിൻ്റെ ഗാന്ധി മാർഗ പ്രവർത്തനമല്ലേ, നിങ്ങൾക്കിതിൻ്റെ പ്രൊമോഷൻ നടത്തിയാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, ഞാനിത് പരീക്ഷിച്ച് നോക്കി എനിക്ക് ബോധ്യപ്പെടാതെ ഒരു കാര്യം, അത് ഞങ്ങൾക്ക് വർമാജിയായിട്ട് തന്ന ഒരു മെസ്സേജാണ്. നമ്മളൊരു പ്രകൃതി ജീവനം രീതി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു രോഗി വരിക, അപ്പോൾ ആ രോഗിക്ക് നമ്മൾ പ്രകൃതി ജീവന അനുസരിച്ചുള്ള ഒരു ഭക്ഷണം ഞാൻ ചിട്ടപ്പെടുത്തി കൊടുക്കുമ്പോൾ ഞാനത് ചെയ്തിട്ട് വേണം പറയാൻ. അത് അദ്ദേഹം വളരെ കർശനമായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് പലേക്കറോട് പറഞ്ഞതാണ്, ഞാനത് കൃഷി ചെയ്ത് നോക്കിയിട്ടേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു വർഷം ഞാൻ എൻ്റെ ഈ അപ്പൻ്റെ ഈ ഭൂമിയിൽ 2 ഏക്കറിനകത്ത് ഞാൻ കൃഷി ചെയ്ത് അതിൻ്റെ ഫലസ്ഥിതി അറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയുള്ള ക്യാമ്പുകൾക്ക് പിന്നെ നേതൃത്വമല്ല, ഒരുമ്പെട്ടതും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 14 ക്യാമ്പ് നടത്തിയതും. സാറിപ്പോൾ എന്തായാലും 100% ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കൃഷിയിടത്തിൽ ഒന്നും ഉപയോഗിക്കുന്നില്ല, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ പറയുന്ന ജീവാമൃതമൊന്നും ഉണ്ടാക്കാനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് വർമാജി പലേക്കർ തന്നെ പറയുന്നുണ്ട് കേട്ടോ, നമ്മളൊരു 2-3 വർഷത്തെ ഇടപാടുകളിത്. നമ്മളൊരു 2-3 കൃഷിക്ക് നമ്മൾ ഈ പറയുന്ന ജീവാമൃതവും ബീജാമൃതവും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എല്ലാ വർഷവും കൊടുക്കണ്ടെന്ന്. കാരണം മണ്ണ് പരിവപ്പെട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ മണ്ണ് അങ്ങനെ ആയിരുന്നു. ഇവിടെ ഈ അഗ്രികൾച്ചർ റെവല്യൂഷൻ എന്നും പറഞ്ഞ്, കാർഷിക വിപ്ലവം എന്നും പറഞ്ഞ് നമ്മളുടെ ഭരണകർത്താക്കൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാസകൃഷി മണ്ണിൻ്റെ ഘടനയെ തകിടം മറിച്ചു, നശിപ്പിച്ചു. അതുവരെ ഈ പറയുന്ന കൃഷിക്കാരൊന്നും ഈ പറയുന്ന വേറൊരു ഇടപെടലുകളില്ലായിരുന്നല്ലോ. ഈ ചാരവും ചാണകപ്പൊടി മാത്രമായിരുന്നല്ലോ. ഞാനിത് നമ്മളുടെ ചവറ് വെക്കുക, ഇത് ഇത്രയൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം എൻ്റെ തന്നെ ഈ ഭൂമി, എൻ്റെ അപ്പൻ ഞങ്ങൾ ജനിച്ചു വളർന്ന ഈ ഭൂമി നിങ്ങൾ നോക്കിയാൽ ചരലാണ്, കണ്ടില്ലേ ഈ ചരല. ഇതിനകത്ത് എള്ള് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ അപ്പൻ. നിങ്ങൾ വിശ്വസിക്കുമോ? എള്ളെന്ന് പറയുന്ന പൂഴിയിലാണ് കൃഷി ചെയ്യുന്നത്, പൂഴിയില. ഈ ചരൽ, ഈ കൂർക്കച്ചരൽ മാത്രമുള്ള മണ്ണിൽ അപ്പോൾ അത് കൃഷിക്കാരൻ്റെ ആ ഇൻ്റലിജൻസ്, എള്ള് കൃഷി ചെയ്യാനുള്ള ഇടം 2-3 ദിവസം അപ്പം തന്നെ മെനക്കെട്ട് അതിൻ്റെ ചരലെല്ലാം മാറ്റി പൂഴി മാത്രമുള്ള രീതിയിലേക്ക് ആക്കിയിട്ടാണ് എള്ള് കൃഷി ചെയ്തത്. എള്ള് കൃഷി ചെയ്ത് ആ എള്ള് കൊണ്ടുപോയി ആട്ടി അതിൻ്റെ പിണ്ണാക്കുന്ന രോഗി നമ്മുടെ നാവിൽ ഇന്നുമുണ്ട്. നമ്മൾ കൃഷിക്കാരെ കൊണ്ട് ഇതെല്ലാം പറ്റുമായിരുന്നു. ഇപ്പം തന്നെ ഹരി തന്നെ പറഞ്ഞില്ലേ, പാറയെ കാടാക്കി എന്ന് പറയുന്നില്ലേ, ഒരു കൃഷിക്കാരനെ കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ, വേറെ ആരെ കൊണ്ടത് പറ്റില്ല. അതൊരു ഒരു മൈൻഡ് സെറ്റാണത്. നമുക്കറിയാതെ തന്നെ നമ്മളിലേക്ക് വരികയാണ് അന്നേരം ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാനിതൊന്നും ചെയ്യാറില്ല. പക്ഷേ എൻ്റെ ഞാനിവിടെ ഒരു വാഴ വെച്ചാലും ഒന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് കൊണ്ട് ഈ ചാണകവും മൂത്രവും കൂടെ കൂട് കഴുകുന്ന എല്ലാം കൂടെ കൊണ്ട് അങ്ങോട്ട് ഒഴിക്കുന്നതല്ലാണ്ട് ഒന്നും ചെയ്യാറില്ല. ഇവിടെ കണ്ടറിയാം, കാരണം ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. നമ്മുടേതായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസ് ഇല്ല, ഇടപെടലില്ല ഇതിനകത്ത്. പലേക്കർ തരുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ അതാണ് ഹരി. അതായത് ഒരിക്കൽ നമ്മൾ പ്രകൃതി കൃഷി, പലേക്കർ രീതിയിലുള്ള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ട്, ഹിമാചൽ പ്രദേശായിട്ടുണ്ട്, പിന്നെ ഗുജറാത്ത് ഇപ്പോൾ ഈയിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള രാഷ്ട്രീയ ഇതൊക്കെ മാറ്റി വെക്കുക. ഇപ്പം നമ്മുടെ ഗംഗാനദിയുടെ 2 കരയിലും 5 കിലോമീറ്ററിനകത്ത് നാടൻ പശുക്കളെ കൊണ്ടുള്ള മാത്രം കൃഷി എന്നുള്ള രീതിയിൽ നിർമ്മലാ സീതാരാമൻ്റെ ഒരു ബഡ്ജറ്റ് അവതരണത്തിൽ അവർ സ്പെസിഫൈ ചെയ്തിരുന്നല്ലോ. അങ്ങനെയുള്ള ചില നിയമപരമായി തന്നെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഒരു സമയമായത്. അതെ, ആര് ചെയ്തു എന്നുള്ളതല്ല, ആര് ചെയ്യുന്നു എന്നുള്ളതല്ല. കാരണം ഇപ്പോൾ 10 ഏക്കറിൽ ഏറ്റവും മിനിമം രാസവളം ഏലകൃഷിക്ക് ഉപയോഗിക്കുന്ന മിനിമം, അതായത് രാസവളം കുറച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നവർ പോലും 10 ഏക്കറിൽ ഒരു വർഷം 6 ലക്ഷം രൂപയുടെ രാസവളവും കീടനാശിനിയും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മണ്ണിനുണ്ടാക്കുന്ന ഒരു ഡാമേജ് നമുക്ക്. ഒരു സംഭവം പറയാം. ഞങ്ങൾ കട്ടപ്പന ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോയപ്പം ഈ കുന്നിങ്ങനെ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഒരു കുളം കണ്ടു. അപ്പോൾ ഞാൻ രാവിലെ
തോർത്തുമൊക്കെ എടുത്ത് ഞാൻ കുളിക്കാമല്ലോ, കുളത്തിൽ പോയി കുളിക്കാമെന്ന് ഇങ്ങേരോട് പറഞ്ഞപ്പോൾ ഈ അമ്മ കേട്ടു. പറയും ഒരിക്കലും പോരുതെന്ന് പറഞ്ഞു. അതിനകത്ത് അടിയെ നിങ്ങളെ ശവം എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ചുറ്റുമുള്ള ഈ അടിക്കുന്ന അപ്പം വിഷത്തിൻ്റെ ആധിക്യം ഒന്ന് ആലോചിച്ച് നോക്കി. കട്ടപ്പനയല്ലേ, ഞാൻ 5-8 വർഷം അദ്ദേഹം മരിച്ചു പോയി. ഈ അടുത്ത ദിവസം അദ്ദേഹം മരിച്ചത്, സണ്ണിക്കുട്ടി എന്ന് പറയുന്ന ആൾ മരിച്ചു. കട്ടപ്പന ഒരു സ്കൂളിൽ ഈ പ്രകൃതി ജീവനത്തിൻ്റെ ക്ലാസ്സിന് പോകുമായിരുന്നേ, ഞായറാഴ്ച ദിവസങ്ങളിലായിരുന്നത്. അതൊരു കുന്നിൻ്റെ ചെരുവിലായി സ്കൂള്, ഗവൺമെൻറ് സ്കൂളായിരുന്നു, ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഞായറാഴ്ച ഈ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പം നമ്മൾക്ക് വരുന്ന വായുവിൻ്റെ മണം വിഷത്തിൻ്റെ മണമാണ്. ചുറ്റുവട്ടത്ത് അടിക്കുന്ന വിഷത്തിൻ്റെ മണം അവിടെ വരുന്നത്. കുറേ അധികം സാറിൻ്റെ കുറേ ഇൻപുട്ട് കിട്ടി. ഇത് വെച്ച് ഞങ്ങളും തീർച്ചയായിട്ടും സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പരീക്ഷിച്ചു, ചില കാര്യങ്ങൾ എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ സാറിനെ അറിയിക്കാം നമുക്ക് എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള. ശ്രീ കുര്യൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കൃഷിയുടെ ചിലവാണ്. ആ ചിലവെന്ന് പറയുന്നത് നമ്മുടെ കാർഷിക വേലക്കൂലി ജോലി വളരെയധികം വേണ്ടി വരുന്നു. 2 വളത്തിനും കീടനാശിനികൾക്കുമായിട്ട് ചിലവാക്കുന്ന പണം, ഇത് രണ്ടും ഒഴിവാക്കുന്നതാണ് ഈ സുഭാഷ് പലേക്കറുടെ രീതി. അപ്പോൾ ഇത്തരം രീതികൾ നമ്മൾ സ്വയം സ്വാംശീകരിക്കുകയും അതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന മാറ്റങ്ങൾ ആവശ്യം തോന്നുമെങ്കിൽ അത് വരുത്തുകയും ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അത് കേരളത്തിൻ്റെ ഭാവി സത്യത്തിൽ അത്തരത്തിലുള്ളൊരു കൃഷിയിലൂടെ മാത്രമേ കേരളത്തിന് മുമ്പോട്ട് പോകാൻ പറ്റൂ. കാരണം നമ്മുടെ നാട്ടിലെ സ്ഥിതി അതാണ്. അപ്പോൾ അതിന് കൂടുതൽ പേരെ സന്നദ്ധരാക്കാൻ സാറിൻ്റെ ഈ സംഭാഷണം ഒരു പ്രേരകമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.